തൃശൂർ പ്രിയമുള്ള തൃശൂർ ന്യൂമിസ്മാറ്റിക് ക്ലബ്ബ് ഭാരവാഹികളെ, ബഹുമാന്യരായ അംഗങ്ങളെ, എൻ്റെ പേര് മുരളീകുമാർ ബി. എൻ്റെ സ്വന്തം സ്ഥലം അമ്പലപ്പുഴയാണ്. ഞാൻ ആലപ്പുഴ ഫിലാറ്റലിക് ആൻഡ് ന്യൂമിസ്മാറ്റിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ഇപ്പോൾ നമ്മുടെ ഈ ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ സേതുമാധവൻ, അദ്ദേഹം വളരെ നിർബന്ധത്തിൻ്റെ പുറത്താണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഈ ക്ലാസ്സിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹം നിർബന്ധിച്ചപ്പോൾ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ രാവിലെ അമ്പലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ എത്തുക എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലെ ചില സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പരമാവധി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത്. പക്ഷെ വിടാതെ എന്താണ് പറയേണ്ടത്, നമ്മുടെ പഴയത് ഒരു വാക്കുണ്ട്, ഈ ഉടുമ്പ് പിടിക്കുന്ന കണക്ക് എന്നെ ഇങ്ങനെ അതെ എന്ന് പറഞ്ഞ കണക്ക് ഇങ്ങനെ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന്റെ പുറത്താണ് ഞാൻ ഇന്നിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്നോട് എന്ത് സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കും എന്ന് അദ്ദേഹം ചോദിച്ചു. ഒന്ന് രണ്ട് സബ്ജക്റ്റ് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ പിടിയുള്ള വിഷയങ്ങളല്ല. അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഞാൻ രൂപയെ പറ്റി ഒന്ന് സംസാരിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അത് സസന്തോഷം സമ്മതിക്കുകയാണ് ചെയ്തത്. ഈ രൂപയുടെ ചരിത്രം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ വളരെ കാലമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു എക്സിബിഷന് ഞാൻ അങ്ങനെ സാധാരണ ഒരു എക്സിബിഷനിലും അങ്ങനെ സാധനങ്ങൾ എക്സിബിറ്റ് ചെയ്യാറില്ല. KNSന്റെ ഒന്ന് രണ്ട് എക്സിബിഷനുകളിൽ, ഈ അടുത്ത കാലത്തല്ല, കുറച്ച് മുന്നിലുള്ള ഒന്ന് രണ്ട് എക്സിബിഷനുകളിൽ അന്ന് എൻ്റെ മെയിൻ കളക്ഷൻ ബൈമെറ്റൽ കോയിൻസ് ആയിരുന്നു. അപ്പോൾ ആ ബൈമെറ്റാലിക് കോയിൻസ് ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ, അതുപോലെ എൻ്റെ സ്വന്തം നാട്ടിൽ ആലപ്പുഴയിൽ ഒന്ന് രണ്ട് എക്സിബിഷനുകളിൽ ചില ഐറ്റംസ് എറർ കറൻസികൾ, ഒരു എക്സിബിഷൻ എറർ കറൻസിയാണ് വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇത് വെച്ചിട്ടുള്ളതല്ലാതെ പൊതുവെ ഞാൻ അങ്ങനെ എക്സിബിഷനുകളിലൊക്കെ വളരെ വിമുഖനായ ഒരാളാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം അങ്ങേയറ്റത്തെ ഒരു മടിയനായതുകൊണ്ടാണ്. ഇപ്പൊ ഈ രൂപയുടെ ചരിത്രം തന്നെ, ഞാൻ രൂപ ഒരു തീമാക്കിയിട്ട് ഒരു കളക്ഷൻ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ കുറെ നാളായിട്ട്, ഏതാണ്ട് ഒരു 10-15 വർഷമായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറെ ഐറ്റംസ് ഞാനിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ കളക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. എനിക്കൊന്ന് ഷെയർഷായുടെ 1 രൂപ നാണയം മേടിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം എൻ്റെ മനസ്സിൽ വന്നത്. നോക്കുമ്പോഴത്തേക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തീമാണ്. അതിൻ്റെ ചരിത്രം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ ഏത് തരത്തിലും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം രൂപ എന്ന് പറയുന്നത്, നമുക്ക് രൂപയെ വിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമയത്തും നമ്മളെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന ഒരു സാധനമാണ് ഈ രൂപ എന്ന് പറയുന്ന ഈ കടലാസ കഷണം അല്ലെങ്കിൽ നാണയങ്ങൾ. അപ്പോ അത് വെച്ചിട്ടുള്ള ഒരു എക്സിബിഷൻ എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോഴും അത് ഒരു ഫുൾ സ്വിങ്ങിലായിട്ടില്ല. ഇവിടെ ഇരിക്കുന്നതിൽ ബഹുഭൂരിഭാഗം പേരും എന്നേക്കാൾ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് കളക്ഷൻ രംഗത്ത്. അപ്പൊ അവരോടൊക്കെ ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് ഞാൻ ഇതിനെപ്പറ്റി ഈ ഒരു നോട്ട്സ് തയ്യാറാക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നു. പക്ഷെ ഈ നോട്ട്സ് തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അറിയാതെ എനിക്ക് ഇത്രയും കാലം ഇല്ലാതിരുന്ന കുറച്ച് അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യം അതിനു വേണ്ടിയിട്ട് ചില പുസ്തകങ്ങൾ റെഫർ ചെയ്തു, ഇന്റർനെറ്റ് റെഫർ ചെയ്തു, മറ്റ് കളക്ടേഴ്സിന്റെ അടുത്ത സംശയങ്ങൾ ചോദിച്ചു, അതിൽ നിവാരണം വരുത്തിയിട്ടാണ് ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് തയ്യാറാക്കിയത്. ഇത് പൂർണ്ണമാണെന്നോ അല്ലെങ്കിൽ ആധികാരികമാണെന്നോ ഒന്നും തന്നെ എനിക്ക് അവകാശവാദമില്ല. ഇതിനകത്ത് ചിലപ്പോൾ അബദ്ധങ്ങളും പറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ എന്നോട് തിരിച്ച് പറയണം. എങ്കിൽ മാത്രമേ എനിക്കത് കറക്റ്റ് ചെയ്തിട്ട് ഇനി മുന്നോട്ട് എനിക്ക് ഈ ഒരു എൻ്റെ ഈ രംഗത്തെ എൻ്റെ അറിവും ഇനി ഇതുപോലെ വേറെ ക്ലാസ്സുകൾ എടുക്കുമ്പോഴത്തേക്കും അവർക്കും
കൃത്യമായിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. കാര്യം നമ്മള് അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അറിവ് പകർന്നു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ തെറ്റായിട്ടുള്ള അറിവുകൾ പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ അത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും 100% ഇല്ലെങ്കിൽ 99% ആക്യുറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് എത്രത്തോളം ഫലവത്തായി എന്നുള്ളത് എൻ്റെ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ലെക്ചർ കഴിയുമ്പോൾ നിങ്ങൾ പറയണം എന്നുള്ളതാണ്. എനിക്ക് ഇവിടെ ഞങ്ങളുടെ ആലപ്പുഴയിൽ ആ ക്ലബ്ബ് തുടങ്ങുന്നത് 96-ലാണ്. അപ്പോൾ അന്ന് ആദ്യം അവിടെ സന്ദർശകനായിരുന്ന ഒരു വ്യക്തിയാണ് ടോണി സ്ഥിരം. ഞാൻ ആദ്യം പരിചയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്മൺ അന്ന് അവിടെ ക്ലബ്ബിൽ വന്നിട്ടുണ്ട്. അതൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ ഒരുപക്ഷെ ഞങ്ങളുടെ ആദ്യത്തെ ക്ലബ്ബ്, ആ ക്ലബിലോ പ്രിൻസ് വന്നു കാണും, ഒരുപക്ഷെ വന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ പലരെയും ഞാൻ ചില എക്സിബിഷനുകളിലൊക്കെ സ്ഥിരം കാണാറുണ്ട്, മുഖപരിചയമുണ്ട്. എന്നുള്ളത് വെച്ച് വ്യക്തിപരമായിട്ട് പരിചയമില്ല. പിന്നെ ഇപ്പൊ ഞങ്ങളുടെ അപ്പന ഗ്രൂപ്പുണ്ട്, അപ്പന ഗ്രൂപ്പിലുമായിട്ട് സഹകരിക്കുന്ന പലരും ഇവിടെ ഉണ്ട്. അപ്പൊ പലരെയും ഗ്രൂപ്പ് വഴി എനിക്ക് അറിയാമെന്നുള്ളതല്ലാതെ നേരിട്ട് അറിയില്ല. അപ്പൊ എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ തൃശ്ശൂർ ഇതുപോലുള്ള ഒരു ക്ലബിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എനിക്ക് ആദ്യമായിട്ടാണ്. ഏതാണ്ട് ഒരു 10-15 വർഷം മുമ്പ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഒരു എക്സിബിഷൻ, അതെ ഇവിടെ എനിക്ക് തോന്നുന്നു വെന്യൂ ആയിരിക്കും, മറ്റേ ഇവിടെ സാഹിത്യ അക്കാദമി ഹാളിൽ. അപ്പൊ ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു ഓർമ്മയെ എനിക്ക് ഉള്ളൂ തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം. അപ്പോ രൂപയുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. 100 പൈസ ചേരുന്നതാണ് 1 രൂപ. ഈ ഒരു സമ്പ്രദായം നിലവിൽ വരുന്നത് 1957-ലാണ്. അതിനു മുമ്പ് ഇന്ത്യ റിപ്പബ്ലിക്കായ 1950 മറ്റൊരു തരത്തിലുള്ള നാണയ സമ്പ്രദായമാണ് നമ്മുടെ ഇവിടെ നിലവിലിരുന്നത്. അതായത് 4 പൈസ അത് 1 അണ, 16 അണ അല്ലെങ്കിൽ 64 പൈസ 1 രൂപ. അങ്ങനെയുള്ള ഒരു സമ്പ്രദായമായിരുന്നു 1950 മുതൽ 57 വരെ നിലവിൽ വന്നിരുന്നത്. അപ്പോ ഈ 50-ലുണ്ടായിരുന്ന പൈസയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പൈസയാണ് 57-ലെ പൈസ. അതുകൊണ്ട് തന്നെ ആ വ്യത്യാസം സൂചിപ്പിക്കുന്നതിനായി നയ പൈസ, നയേ പൈസ, ഹിന്ദിയിൽ നയേ എന്ന് പറഞ്ഞാൽ പുതിയത്, നയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതെന്നുള്ള അർത്ഥത്തിൽ നയാ പൈസ എന്നുള്ളത് ആ നാണയങ്ങളിലെല്ലാം തന്നെ അന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് 63 വരെ തുടരുകയുണ്ടായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പഴയതായതുകൊണ്ട് ആ നയ എന്നുള്ള വാക്ക് അതിൽ നിന്ന് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ രൂപ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ കാലത്ത് രൂപയുണ്ട്, ഇവിടെ പൈസയുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അപ്പോഴും രൂപയും പൈസ ഈ കാണുന്ന തരത്തിലല്ലെങ്കിലും പൈസയൊക്കെ ഉണ്ട്. അന്ന് രൂപ അണ സമ്പ്രദായമാണ് ഇവിടെ ഉണ്ടായിരുന്നതെങ്കിലും അതിന്റെ ഫ്രാക്ഷനായിട്ട് പൈസ ഉണ്ടായിരുന്നു. പക്ഷെ ഈ രൂപ ഇന്ത്യയിൽ എന്നാണ് അവതരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അപ്പോഴാണ് രൂപയുടെ ചരിത്രം തുടങ്ങുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ആദ്യകാല നാണയങ്ങൾ എന്ന് പറയുന്നത് മുദ്രാങ്കിത നാണയങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, പഞ്ച് മാർക്കഡ് കോയിൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന നാണയങ്ങളാണ് പൊതുവെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു ഭൂപ്രകൃതിക്കുള്ളിൽ നിന്ന് എത്തിയിട്ടുള്ള നാണയങ്ങളെ പറ്റി പറയുന്നത്. പഞ്ച് മാർക്ക് കോയിൻസ്, മഗധ എന്ന് പറയുന്ന ഇന്നത്തെ ബീഹാറിലെ സ്ഥലം, അതാണ് അന്നത്തെ കാലത്തെ ഒരു പ്രധാനപ്പെട്ട രാജവംശമായിരുന്നു മഗധ ഭരിച്ചിരുന്ന നന്ദരാജവംശം. മൗര്യ ഭരണകാലത്തിനൊക്കെ മുമ്പാണ്. ആ കാലഘട്ടത്തിലൊക്കെ പ്രധാനമായും അവിടെ പ്രചാരത്തിലുണ്ടായിരുന്ന നാണയങ്ങളാണ് പഞ്ച് മാർക്ക് കോയിൻസ്. അതൊക്കെ തന്നെ പ്രധാനമായിട്ടും വെള്ളി നാണയങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റു ലോഹങ്ങളിൽ വളരെ അപൂർവമായിട്ട് കണ്ടെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തോ അതെന്റെ സബ്ജക്റ്റ് അല്ലാത്തത് കൊണ്ട് എനിക്ക് ഒരു കൃത്യമായ ഒരു ഉത്തരം നൽകാൻ പറ്റുന്നില്ല. അപ്പോ
ഈ പഞ്ച്മാർക്ക് കോയിൻസ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ നാണയങ്ങൾ എന്ന് പറയുന്നത്. മഗധ രാജവംശത്തിന്റെ പതനത്തിന് ശേഷം പിന്നീട് വന്ന മൗര്യ ഭരണകാലത്ത്, അതാണ് ഒരുപക്ഷെ അശോക ചക്രവർത്തിയൊക്കെ ആ മൗര്യ രാജവംശത്തിന്റെ ഭാഗമായിരുന്നു. ഇന്നത്തെ ഇന്ത്യയുടെ ഏതാണ്ട് 80% വരുന്ന ആ ഭൂഭാഗം ഭരിച്ചിരുന്നത്, അല്ലെങ്കിൽ അത്രയും ഭാഗത്ത് അവരുടെ ആ ഭരണം ഉണ്ടായിരുന്നു. ആ കാലത്ത് ഉണ്ടായിരുന്ന നാണയങ്ങൾ പൊതുവെ പണമെന്നോ കാർഷപണമെന്നോ ഒക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അക്കാലത്തൊന്നും തന്നെ രൂപയില്ല. രൂപ എന്ന് പറയുന്ന സംഖ്യയോട് കൂടിയിട്ടുള്ള ഒരു നാണയം നമ്മുടെ ഈ ഇന്ത്യ എന്ന് പറയുന്ന ആ ഭൂഭാഗത്ത് ഉണ്ടായിരുന്നില്ല. ഇവിടെ ബ്രിട്ടീഷുകാര് ഏതാണ്ട് 200 വർഷത്തോളം നമ്മളെ അടക്കി ഭരിച്ചു. അവരുടെ ബ്രിട്ടീഷ് കോളനി ഭരണം ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ സ്വീകരിച്ചിരുന്ന നാണയ സമ്പ്രദായം അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന മുഗൾ ഭരണകാലത്തിൻ്റെ സമാനമായിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതില് രൂപയുണ്ടായിരുന്നു. ആ തരത്തില് അത് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചു. അങ്ങനെ രൂപ അണ സമ്പ്രദായത്തില് ഇവിടെ ക്രയവിക്രയം നടന്നു. അപ്പൊ മുഗൾ ഭരണ സമയത്ത് രൂപയുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത് രൂപ എന്നാണ് ആദ്യം ഉദയം കൊള്ളുന്നത് എന്നുള്ളതാണ്. മുഗൾ ഭരണം സ്ഥാപിതമാകുന്നത് 1526 ബാബർ ഇബ്രാഹിം ലോധി എന്ന് പറയുന്ന ലോധി വംശത്തിൽപ്പെട്ട ഡൽഹി സുൽത്താനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ഡൽഹിയുടെ ഭരണം കൈയാളുന്നതോടു കൂടിയിട്ടാണ് മുഗൾ ഭരണം ഇന്ത്യയിൽ തുടങ്ങുന്നത്. ബാബറിന് ശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ ഹുമയൂൺ അധികാരത്തിൽ വന്നു. പക്ഷെ ഈ ബാബറിന്റെയും ഹുമയൂണിന്റെയും കാലഘട്ടത്തിൽ അവരെ ഡൽഹി ആക്രമിച്ച് കീഴടക്കിയെങ്കിലും അവർക്ക് പൂർണ്ണമായിട്ട് അവിടെ ഒരു ഭരണ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റി എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ യുദ്ധം ചെയ്തു, വിജയിച്ചു എന്നുള്ളതല്ലാതെ അവിടെ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ 100% ആ തരത്തില് ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അതാണല്ലോ അതിന്റെ ആ അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ശാസനം കൃത്യമായ രീതിയിൽ ആ പ്രവിശ്യകളിലൊക്കെ ഭരണം നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭരണം കൈയാളുക എന്ന് പറയുന്നത്. ബാബർ വന്നു, പട്ടാളമായിട്ട് വന്നു, ഇവിടെ ഉണ്ടായിരുന്ന സുൽത്താനെ തോൽപ്പിച്ചു. പിന്നെ അദ്ദേഹം കുറച്ചുനാൾ ഇവിടെ ഇരുന്നു. പക്ഷെ ആ ഭരണം വ്യാപിപ്പിക്കാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് അദ്ദേഹം മരിച്ചു. ഹുമയൂൺ ചക്രവർത്തിയായി. ഹുമയൂണിനും സിംഹാസനം ഉറപ്പിക്കുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഷേർഷാ സൂരി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ബീഹാറില് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. അന്നത്തെ കാലത്ത് വല്ല പ്രഭു കുടുംബത്തിലോ അല്ലെങ്കിൽ രാജവംശത്തിലോ സുൽത്താൻമാരുടെ വംശത്തിലോ ഒന്നും ജനിച്ച വ്യക്തിയല്ല ഷേർഷാ. നമ്മുടെ ഫ്രാൻസിന്റെ കേസിൽ നെപ്പോളിയന്റെ കാര്യം പറയുന്ന കണക്ക് നെപ്പോളിയൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് കോർപ്പറൽ എന്ന് പറയുന്ന, അതായത് ആർമിയിലെ ഏറ്റവും താഴ്ന്ന ഒരു പോസ്റ്റാണ് കോർപ്പറൽ എന്ന് പറയുന്നത്. ഒരു കോർപ്പറലായിട്ട് ജോലിയിൽ പ്രവേശിച്ച് അവസാനം തൻ്റെ മിടുക്കുകൊണ്ട് ജനറൽ ആകുകയും പിന്നീട് ഫ്രഞ്ച് രാജാവിനെ തന്നെ മാറ്റി സ്വയം ചക്രവർത്തിയായിട്ട് അഭിഷിക്തനാകുകയും ചെയ്ത വ്യക്തിയാണ് നെപ്പോളിയൻ. എന്ന് പറഞ്ഞ കണക്ക് ഈ ഷേർഷാ ഒരു സാധാ പട്ടാളക്കാരനായിട്ട് ജീവിതം ആരംഭിച്ച് അവസാനം ഒരു സൈന്യത്തിന്റെ തലവനാവുകയും അദ്ദേഹം ഈ ഹുമയൂണിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. ഹുമയൂൺ ഡൽഹി വിട്ടോടി വളരെ കാലം അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ അഭയം പ്രാപിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത് 1542 ഷേർഷാ ഹുമയൂണിനെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കുന്നത്. അദ്ദേഹം 1545 മരിക്കുകയാണ്. അപ്പോൾ 3 വർഷമേ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ 1540 മുതൽ 45 വരെ എന്ന് പറയുന്നു. അതും ഈ പറയുന്ന കണക്ക് ഇടയ്ക്കുള്ള 2 വർഷത്തെ കാര്യങ്ങൾ അത്ര ഈ ഹുമയൂണിനെ തോൽപ്പിക്കുന്ന യുദ്ധം നടക്കുന്നത് 1542 അപ്പോൾ 542 ഹുമയൂണിനെ തോൽപ്പിക്കുന്നു, 545 അദ്ദേഹം മരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഇസ്ലാം ഷാ ഭരണാധികാരിയാകുന്നു. അതിനുശേഷം പിന്നെയും
അദ്ദേഹത്തിന്റെ പിൻഗാമികളൊക്കെ വരുന്നുണ്ട്. 1555 ഈ ഷേർഷായുടെ പിൻഗാമികളെ തോൽപ്പിച്ച് വീണ്ടും ഹുമയൂൺ ഡൽഹി സിംഹാസനത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 1540-നും 545-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ഷേർഷാ തന്റെ നാണയ സമ്പ്രദായം പുതുക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഉണ്ടായിരുന്ന നാണയ സമ്പ്രദായത്തെ ഉടച്ചു വാർത്ത് സ്വന്തമായിട്ടുള്ള ഒരു നാണയ സമ്പ്രദായം തുടങ്ങുന്നു. അദ്ദേഹം പ്രധാനമായും വെള്ളിയിലും ചെമ്പിലുമാണ് നാണയങ്ങൾ ഇറക്കിയത്. സ്വർണ്ണ നാണയങ്ങൾ ഷേർഷായുടെ പേരിൽ ഇറങ്ങിയതായിട്ട് ചരിത്രകാരന്മാർ പറയുന്നില്ല. ഇപ്പോ ഷേർഷായ്ക്ക് മുമ്പ് വെള്ളി നാണയങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ ബാബറിന്റെയും ഹുമയൂണിന്റെയും ഭരണകാലത്ത് അതിനെ ഷാറൂഖി എന്നാണ് പറഞ്ഞിരുന്നത്. ഉച്ചാരണമൊക്കെ കൃത്യമായിട്ട് അത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. കാര്യം വായിച്ചുള്ള പരിചയമേ ഉള്ളൂ. എൻ്റെ ഒരു ഫീൽഡും അല്ല കളക്ഷൻ. എൻ്റെ ആ ഷാറൂഖി ഒന്നും കയ്യിലില്ല. അപ്പോ അത് ഏതാണ്ട് ഒരു ചെറിയ നാണയം 4.25 ഗ്രാം വരുന്ന തൂക്കം വരുന്ന ഒരു നാണയമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അന്നത്തെ തൂക്കം പറയുകയാണെങ്കിൽ 72 ഗ്രെയിൻസ് തൂക്കമുള്ള ഒരു നാണയമായിരുന്നു ഷാറൂഖി. ഗ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് മണിയാവാം, നെൽമണിയാകാം, എന്താ അങ്ങനത്തെ 72 ഗോതമ്പ് മണികൾക്കോ അല്ലെങ്കിൽ ധാന്യമണികൾക്കോ തുല്യം വെയിറ്റുള്ള ഒരു നാണയമായിരുന്നു ഷാറൂഖി. അതാണ് പറയുന്നത്. ഏതാണ്ട് ഒരു 4.9 ഗ്രാം എന്നൊക്കെയാണ് പുസ്തകത്തിൽ പറയുന്നത് വെയിറ്റ്. അങ്ങനെയുള്ള ഭാരമുള്ള ഒരു നാണയമായിരുന്നു ഈ ഷാറൂഖി എന്ന് പറയുന്നത്. പക്ഷേ അതിന്റെ സ്ഥാനത്ത് ഷേർഷാ കൊണ്ടുവന്ന പുതിയ നാണയത്തിന് ഏതാണ്ട് അതിന്റെ ഇരട്ടിയിലധികം തൂക്കമുണ്ടായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 178 ധാന്യമണികളുടെ തൂക്കം, ഗ്രെയിൻസ്, ഏതാണ്ട് ഒരു 11.5 ഗ്രാം തൂക്കം വരുന്ന നാണയമാണ്, വെള്ളി നാണയമാണ് ഷേർഷാ പുതിയതായിട്ട് ഇറക്കുന്നത്. ആ നാണയത്തെയാണ് രൂപ എന്ന് ആദ്യമായിട്ട് വിളിക്കുന്നത്. ഈ രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുപ്പിയ എന്ന് ഹിന്ദിയിൽ പറയും. ആ വാക്കിന്റെ അർത്ഥം നാണയമാക്കിയ വെള്ളി എന്നാണ്. രൂപം എന്നുള്ളതുകൊണ്ട് രൂപമാക്കിയ വെള്ളി. രൂപമാക്കിയ വെള്ളി മീൻസ് സീലടിച്ച് ഒരു വെറും വെള്ളി ഒരു എന്താണ് ഒരു വൃത്തത്തില്, വെള്ളി ലോഹ കഷണത്തില് മുദ്രയടിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം എന്നുള്ള അർത്ഥത്തിലാണ് ഈ റുപ്പിയ എന്നുള്ള വാക്ക് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ അതിന് ഭിന്നം ഉണ്ടായിരുന്നു. അതായത് ചെമ്പിലുള്ള നാണയങ്ങള്, പൈസ, അതാണ് ഈ രൂപയും പൈസയും ഷേർഷായുടെ സംഭാവനകളാണ്. അത് മാത്രമല്ല, ഷേർഷായെ പറ്റി പറയുമ്പോൾ അദ്ദേഹം വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ഭരിച്ചുള്ളൂ എങ്കിലും മറ്റു പല ഫീൽഡിലും, അത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഈ ഭൂമി അളക്കുന്നതിൽ ഒക്കെ അദ്ദേഹത്തിന്റെ കാലത്താണ് വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയ ഒരു വ്യക്തിയാണ് ഷേർഷാ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ഭരണപരമായിട്ടുള്ള പാരമ്പര്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഒരു സാധാരണ ജനവിഭാഗത്തിനിടയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവായിരുന്നുവെങ്കിലും എങ്ങനെ ഭരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ഷേർഷാ എന്നാണ് ചരിത്രം അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. വെറും ഒരു ജനറൽ അല്ലെങ്കിൽ ഒരു യുദ്ധവീരൻ മാത്രമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഈ ഷേർഷായാണ് നമുക്ക് രൂപ എന്ന നാണയം സംഭാവന ചെയ്യുന്നത്. അതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞു, 178 ഗ്രെയിൻസ്, ഏതാണ്ട് 11.5 ഗ്രാം എന്നാണ് പറയുന്നത്. അതിനുശേഷം 180 ഗ്രെയിൻസ് ആണ് ഒരു തോല എന്ന് പറയുന്നത്. ഒരു തോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 11.66 ഗ്രാം. ഈ ഒരു തോല തൂക്കമുള്ള വെള്ളി നാണയങ്ങളാണ് പിന്നീട് നമ്മൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ കാണുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ കാലത്തും രൂപ എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ വരുന്ന ചിത്രം വെള്ളി നാണയം എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പൂപ്പനൊക്കെ പറയും, ആ ഒരു വെള്ളി രൂപ കൊണ്ടുപോകാൻ. വെള്ളിയല്ല, അന്ന് ശരിക്കും
എൻ്റെയൊക്കെ ഓർമ്മയുള്ള കാലത്ത് അത് നിക്കലിലുള്ളതാണ്. അത് കഴിഞ്ഞ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വന്നു. എങ്കിലും അവരുടെ ചെറുപ്പകാലത്ത് അവർ കൈകാര്യം ചെയ്തിരുന്ന മുഴുവൻ ഈ വെള്ളി കൊണ്ടുള്ള രൂപയായിരുന്നു. അപ്പോൾ ഈ എന്താണ് വിഷുവിന് വെള്ളി രൂപ രാവിലെ അല്ലെങ്കിൽ ദക്ഷിണ കൊടുക്കാൻ വെള്ളി രൂപ പറയുന്ന വെള്ളി രൂപ എന്നാണ് പറയുന്നത്. അതിന് കാരണം ഇതാണ്, ഈ രൂപ എന്ന് പറയുന്ന നാണയം എപ്പോഴും അസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് വെള്ളിയുമായിട്ടാണ്. സ്വർണത്തിലോ അല്ലെങ്കിൽ ചെമ്പിലോ ഒന്നും ഈ രൂപ അസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴാണ് പിന്നെ മറ്റു ലോഹങ്ങളിലൊക്കെ വന്ന് തുടങ്ങിയത്. അപ്പോ ഈ രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളി നാണയം എന്നുള്ളത് തികച്ചും അന്വർത്ഥമായിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ്. ഈ ഷെയർഷാ ഞാൻ പറഞ്ഞല്ലോ വളരെ ചുരുങ്ങിയ കാലമേ അദ്ദേഹം ഭരിച്ചുള്ളൂ. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹം ഒരു കഷ്ടിച്ച് 10 വർഷം ഭരിച്ചു. പിന്നീട് വന്ന ഭരണാധികാരികൾ കഷ്ടിച്ച് 1 വർഷം പോലും ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ തോൽപ്പിച്ച് ഹുമയൂൺ വീണ്ടും അധികാരത്തിൽ വരുന്നു. പക്ഷെ ഹുമയൂൺ 1 വർഷം കഴിയുമ്പോൾ 1556 ഹുമയൂൺ മരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വന്ന മുഗൾ ഭരണാധികാരിയായിരുന്ന അക്ബറിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ഏതാണ്ട് ഒരു 45 വർഷത്തോളം അദ്ദേഹം ഭരണാധികാരിയായിരുന്നു. മുഗൾ ചക്രവർത്തിയായിട്ട് ഭരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ രൂപയ്ക്ക് പോപ്പുലാരിറ്റി വരുന്നത്. കാര്യം ഈ ഷെയർഷായുടെ ആ ഒരു പരിഷ്കാരം തള്ളിക്കളയുന്നതിന് പകരം അദ്ദേഹം അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയും ഈ രൂപ നാണയങ്ങൾ വൻതോതിൽ പല പല മിന്റുകളിൽ നിന്നും അടിച്ചിറക്കുകയാണ് ചെയ്തത്. അപ്പോ ആദ്യകാലത്തെ അക്ബറിന്റെ നാണയങ്ങൾ നമ്മൾ കണ്ടു കാണും. അക്ബറിന്റെ വെള്ളി നാണയങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വൃത്താകൃതിയിലുള്ളതുകൊണ്ട് ചതുരത്തിലുള്ളതുകൊണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ വെള്ളി രൂപ വൃത്താകൃതിയിലായിരുന്നു. അതിനുശേഷം ചതുരത്തിലേക്ക് പോയി. വീണ്ടും അവസാന കാലം വരുമ്പോൾ വീണ്ടും അത് വൃത്തത്തിലേക്ക് പോകുന്ന ഒരു ഇതാണ് കാണുന്നത്. അക്ബറിന്റെ കാലഘട്ടത്തിൽ 1-2 പരിഷ്കാരങ്ങൾ വരുത്തുകയുണ്ടായി. അതിലൊന്നാണ് ഈ നാണയം ഏത് മാസത്തിലാണോ അടിക്കുന്നത്. മാസം എന്ന് പറയുമ്പോൾ പേർഷ്യൻ മാസമാണ് അന്ന് അവിടെ ഒഫീഷ്യൽ ലാംഗ്വേജ്. നമ്മുടെ ഇപ്പോൾ ഇവിടെ ശകവർഷം, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗിക വർഷം എന്ന് പറയുന്നത് കണക്ക് അന്ന് പേർഷ്യൻ വർഷമാണ് അവര് സ്വീകരിച്ചിരുന്നത്. അങ്ങനെ അടിച്ചിരുന്ന ഓരോ നാണയത്തിലും ഏത് മാസമാണ് അടിക്കുന്നത് ആ മാസത്തിന്റെ പേരുകൂടെ ചേർക്കുന്ന ഒരു സമ്പ്രദായം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് തുടങ്ങുന്നത്. അതുകൂടാതെ സാധാരണഗതിയിൽ ഇസ്ലാമില് ഈ രൂപം ആരാധിക്കാൻ പാടില്ല, വിഗ്രഹങ്ങൾ അതിനൊക്കെ എതിരാണ്. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് നാണയങ്ങളിൽ രൂപങ്ങൾ കൊത്തി തുടങ്ങുന്ന പരിപാടി തുടങ്ങുന്നതും ഈ അക്ബറിന്റെ അവസാന കാലഘട്ടത്തിലാണ്. ഈ സമയത്താണ് വളരെയധികം പോപ്പുലറായിട്ടുള്ള രാമസീയ നാണയം എന്ന് പറയുന്നത്. അതായത് ശ്രീരാമനും സീതയും വനത്തിൽ കൂടെ അലഞ്ഞു നടക്കുന്ന തരത്തിൽ ആ ഒരു രൂപം രേഖപ്പെടുത്തിയ നാണയങ്ങൾ അക്ബറിന്റെ ഈ പറയുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ഏതാണ്ട് അവസാന വർഷങ്ങളിലാണ് ഈ തരത്തിലുള്ള രൂപങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള നാണയങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ 2 തരത്തിൽ, അതായത് നാണയങ്ങളിൽ രൂപങ്ങൾ കൊത്തുക എന്നുള്ളതും അതുപോലെ മാസങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളതും അക്ബറിൻ്റെതായിട്ടുള്ള സംഭാവനകളാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ജഹാംഗീർ വന്നു. അക്ബറിന്റെ നേരെ തിരിച്ചായിരുന്നു ജഹാംഗീർ. ഒരു സുഹലോലുപനായിട്ടുള്ള ഒരു ചക്രവർത്തിയായിരുന്നു ജഹാംഗീർ. ജഹാംഗീറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് 1 സേർ മദ്യവും 1 പൗണ്ട് ഇറച്ചിയും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദിവസം വളരെ ഖുഷിയായിരുന്നു എന്നാണ് പറയുന്നത്. കാര്യം മദ്യത്തിലും ഭക്ഷണത്തിലുമൊക്കെ മാത്രം അല്ലെങ്കിൽ മധുരയിലുമൊക്കെ മാത്രം ആനന്ദം കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജഹാംഗീർ. അപ്പോ അദ്ദേഹത്തിന്റെ ആദ്യകാലകം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടൊക്കെ ഭരണം മുഴുവൻ യഥാർത്ഥ ഭരണാധികാരി പത്നിയായിരുന്ന നൂർജഹാൻ. അപ്പൊ ഈ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ രാജാവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ആ വരികളൊക്കെ ഈ നാണയങ്ങളിൽ അടിച്ചിറക്കും. അപ്പൊ ആദ്യകാലങ്ങളിൽ ജഹാംഗീറിനെ സ്തുതിച്ചായിരുന്നെങ്കിൽ പിന്നീട് വന്ന നാണയങ്ങളിലൊക്കെ തന്നെ ഈ നൂർജഹാനെ പുകഴ്ത്തിക്കൊണ്ടുള്ള അവരുടെ സൗന്ദര്യത്തെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഭരണ നിപുണതയെ പറ്റിയോ ഒക്കെ
വാഴ്ത്തുന്ന തരത്തിലുള്ള സ്ലോഗൻസ് ഈ ജഹാംഗീറിന്റെ കാലത്തെ നാണയങ്ങളിൽ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ രാശി ചക്രങ്ങളുടെ ആ സിംബൽസ് വെച്ചുകൊണ്ടുള്ള നാണയങ്ങൾ, 12 നാണയങ്ങൾ, 12 രാശി ചക്രങ്ങൾ സിംബലൈസ് ചെയ്യുന്ന 12 നാണയങ്ങൾ സ്വർണത്തിലും വെള്ളിയിലും ഈ ജഹാംഗീറിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് അടിച്ചിറക്കിയിട്ടുള്ളത്. നമ്മളെല്ലാവരും കേട്ട് കാണും, അത് ചിലരൊക്കെ കണ്ടു കാണും. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു നാണയ നിർമ്മിതിയാണ് ഈ സോഡിയാക് കോയിൻസ് എന്ന് പറയുന്നത്. അത് ഇന്ന് വളരെ അപൂർവമായിട്ട് മാത്രം, അപൂർവം കളക്ടേഴ്സിന്റെ അടുത്ത് മാത്രമുള്ള ഒരു കളക്ഷനാണ് ഈ സോഡിയാക് കോയിൻസ്. ഒരുപക്ഷെ ഗോൾഡില് ഫുള്ള് 12 ഒക്കെയുള്ള കളക്ടേഴ്സ് വിരലിലെണ്ണാവുന്നവര് ഈ ലോകത്ത് തന്നെ കാണാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് ചെയ്യാൻ പാടില്ലാത്തതാണ്. കാര്യം രൂപങ്ങൾ അത് വിലക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോ ജഹാംഗീറിന്റെ കാലത്തിന് ശേഷം ഷാജഹാൻ ഭരണത്തിൽ വന്നപ്പോൾ അദ്ദേഹം ചെയ്ത ആദ്യത്തെ നടപടി ഈ 2 നാണയങ്ങളും പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. അതായത് ഈ നൂർജഹാനെ സ്തുതിച്ചുകൊണ്ടുള്ള വാചകങ്ങൾ എഴുതിയിട്ടുള്ള നാണയങ്ങളും അതേപോലെ ഈ രാശി ചക്ര നാണയങ്ങളും പിൻവലിച്ചു എന്ന് മാത്രമല്ല, ഈ നാണയങ്ങൾ കൈവശം വെക്കുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കാവുന്ന കുറ്റമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ 2016 നമ്മുടെ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിച്ചു. അത് ഒരു നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ കയ്യിൽ വെക്കുന്നത് ശിക്ഷാർഹമാണ്. അതിന്റെ മിനിമം 10,000 രൂപയോ അല്ലെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടി വരെ നമുക്ക് ഫൈൻ അടയ്ക്കാം. അതേപോലെ ഇത് ജയിൽവാസവും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതല്ല, വധശിക്ഷയായിരുന്നു ഈ പറയുന്ന നാണയങ്ങൾ കയ്യിൽ വെച്ചാലുള്ള ശിക്ഷ. അപ്പൊ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഈ അടിച്ച നാണയങ്ങളിൽ ബഹുഭൂരിപക്ഷവും തിരിച്ച് സർക്കാർ ഖജനാവിലേക്ക് പോയി അതെല്ലാം ഉരുക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന നാണയങ്ങൾക്ക് വളരെയധികം അമൂല്യത വരുന്നത്. നമ്മൾ ഈ രാശിചക്ര നാണയങ്ങളെ പറ്റി കേട്ട് കാണും, പക്ഷെ ഈ നൂർജഹാന്റെ ഈ കലിമയെ പറ്റിയുള്ള അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള ആ ഒരു നാണയത്തെ പറ്റി ചിലപ്പോൾ അധികം പേര് കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ തന്നെ അത് വളരെ അടുത്ത കാലത്താണ് കേൾക്കുന്നത്. പിന്നെ ഈ ഷാജഹാന്റെ ഒക്കെ ശേഷം പിന്നീട് വന്ന ചക്രവർത്തിമാരൊക്കെ തന്നെ ഈ നാണയ സമ്പ്രദായം അങ്ങ് കണ്ടിന്യൂ ചെയ്തു പോയി. വേറെ പ്രത്യേകിച്ച് ഡെവലപ്മെന്റ്സ് ഒന്നും തന്നെ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുന്നില്ല. കാര്യം ഏതാണ്ട് ഈ ഷാജഹാൻ ഈ നാണയങ്ങൾ പിൻവലിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ആ ഒരു സാധാരണ ഡിസൈനിൽ തന്നെയുള്ള നാണയങ്ങളൊക്കെ തന്നെ ഷാജഹാനും അദ്ദേഹത്തിന് ശേഷം പിൻഗാമിയായിട്ട് വന്ന ഔറംഗസീബും അതിനുശേഷം വന്നിട്ടുള്ളവരും ഒക്കെ അത് ഏതാണ്ട് നമ്മുടെ ഏറ്റവും അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിന്റെ കാലം വരെ തുടർന്നു പോന്നു എന്നുള്ളതാണ്. അപ്പോ ഏതാണ്ട് അതുകൊണ്ട് നമ്മുടെ മുഗൾ കാലഘട്ടത്തിന് ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത് വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ കൊളോണിയൽ ഭരണകാലഘട്ടമാണ്. AD 1600 ഏതാണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലണ്ടിൽ രൂപീകരിക്കുന്നത്. ഞാനത് ഇംഗ്ലണ്ടിന്റെ കേസ് ആദ്യം പറയാൻ കാര്യം, ബ്രിട്ടൻ ആയിരുന്നു ഏറ്റവും പ്രമുഖമായ നമ്മുടെ ബഹുഭൂരിപക്ഷം സ്ഥലം കൈയടക്കി വെച്ച രാജ്യം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇന്ത്യയിൽ ആദ്യം വരുന്നത് പോർച്ചുഗീസുകാരാണ്. അത് കേരളത്തിലാണ് വരുന്നത്. AD 1498 വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നു. കോഴിക്കോട് സാമൂതിരിയുമായിട്ട് കച്ചവട ഉടമ്പടി ഉണ്ടാക്കി. ഉടമ്പടിയൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും വന്നപ്പോൾ തൊട്ട് അങ്ങേയറ്റത്തെ വൃത്തികേടുകളാണ് ഈ പോർച്ചുഗീസുകാർ ഇവിടെ ചെയ്തിട്ടുള്ളത്. കോളനികളുടെ കാര്യം പറയുമ്പോൾ
ഈ ഇത്രയും അപരിഷ്കൃതമായ അല്ലെങ്കിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഭരണം കാഴ്ചവെച്ചിട്ടുള്ള വേറെ ഒരു യൂറോപ്യൻ രാജ്യവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ഏത് കോളനി എടുത്താലും പോർച്ചുഗീസ് കോളനികളിലാണ് ഏറ്റവും കിരാതമായിട്ടുള്ള ഭരണം നടന്നിട്ടുള്ളത്. ഈ പോർച്ചുഗീസുകാരുടെ നാണയങ്ങള് അവര് പ്രധാനമായിട്ടും ആദ്യം കൊച്ചി, അത് കഴിഞ്ഞിട്ട് ഗോവ പോലെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെയാണ് അവര് ഭരണം ഉറപ്പിച്ചിരുന്നത്. അത് ആദ്യ കാലഘട്ടങ്ങളിൽ അവരുടെ നാണയങ്ങളെല്ലാം തന്നെ പോർച്ചുഗൽ അന്ന് നിലവിലുണ്ടായിരുന്ന നാണയങ്ങളിലെ അതേ തരത്തിലുള്ള നാണയങ്ങളാണ് ഇവിടെ അവർ ഇറക്കിയിരുന്നതെങ്കിലും തദ്ദേശീയമായിട്ടുള്ള വ്യാപാരത്തിന് ഇവിടുത്തെ നാണയങ്ങളും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ വരണമെന്ന് ബോധ്യമായതുകൊണ്ട് അവർ പിൽക്കാലത്ത് ഇവിടുത്തെ കുറേയൊക്കെ നാണയങ്ങൾ സ്വന്തമായിട്ട് സ്വീകരിച്ചു. അങ്ങനെ രൂപ നാണയങ്ങളൊക്കെ നമുക്ക് പിൽക്കാലത്ത് പോർച്ചുഗീസുകാരുടെ നാണയങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഗോവയുടെയൊക്കെ കാര്യത്തിലൊക്കെ ആണെങ്കിലും 1947-ലും 52-ലും ഒക്കെ അവർ ₹1 നാണയങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതിനു മുമ്പ് 1935-ല്, 1911-ല്, 1882-ലൊക്കെ രൂപ നാണയങ്ങളുണ്ട്. അതിനു മുമ്പും ഉണ്ട് രൂപ നാണയങ്ങളുണ്ട്. പക്ഷെ അതെ, അതാ ഉച്ചാരണത്തിലേക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. എങ്കിൽ പോലും ആക്ച്വലി അത് രൂപയുടെ ഒരു വകഭേദം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെയുള്ള നാണയങ്ങൾ ഈ പോർച്ചുഗീസുകാർ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിൽ വന്നിട്ടുള്ള ഡച്ചുകാരുടെ നാണയങ്ങളിൽ ഈ രൂപയില്ല. കാര്യം ഡച്ചുകാർ ഏതാണ്ട് 1841-ല് അവര് കുളച്ചൽ യുദ്ധത്തില് മാർത്താണ്ഡവർമ്മയോട് പരാജയപ്പെട്ടോട് കൂടിയിട്ട് ഇന്ത്യയിലെ ഏതാണ്ട് അവരുടെ കോളനി വാഴ്ചയ്ക്ക് അന്ത്യം വരികയാണ്. അവർ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല, അവർ ഇന്ത്യ വിട്ടു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഡച്ചുകാരുടെ നാണയങ്ങളിൽ നമുക്ക് രൂപ കാണാൻ പറ്റില്ല. അതുപോലെ മറ്റൊരു രാജ്യം, യൂറോപ്യൻ രാജ്യമായിരുന്നു ഡെൻമാർക്ക്. ഡെൻമാർക്കിന് നമ്മുടെ ഇന്നത്തെ തമിഴ്നാട്ടില് ട്രാൻകീബാർ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് തരങ്കമ്പാടി എന്നാണ് ഇന്ന് ആ സ്ഥലം അറിയപ്പെടുന്നത്, ഒരു കോട്ടയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ അവർക്ക് അവിടെ വ്യാപാര താല്പര്യങ്ങളുണ്ടായിരുന്നു. ഈ ഡച്ചുകാരെ സംബന്ധിച്ച് ഡെൻമാർക്കുകാരെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഈ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ കച്ചവടത്തിന് വന്നിട്ട് കച്ചവടം മാത്രം നടത്തി മര്യാദയ്ക്ക് തിരിച്ചു പോയിട്ടുള്ള ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് ഈ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അവർ 1845-ല് എന്തുകൊണ്ടോ അവരിവിടുത്തെ കച്ചവടമൊക്കെ മതിയാക്കിയിട്ട് അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഡച്ചുകാരുടെ നാണയങ്ങളിൽ രൂപയില്ല, ഡാനിഷ് നാണയങ്ങളിലും രൂപയില്ല. പിന്നീട് വരുന്നതാണ് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും. ഫ്രഞ്ചുകാരുടെ ആർക്കാട്ട് എന്ന് പറയുന്ന സ്ഥലം, അതൊക്കെ ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളതാണ്. അതൊക്കെ അവിടെ രൂപ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഫ്രഞ്ച് നാണയങ്ങൾ ഈവൻ മയ്യഴി അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിലൊക്കെ 1/5 റുപ്പി ഉണ്ടായിരുന്നു. അതുപോലെ രൂപ കറൻസിയിലും അവർ അടിച്ചിട്ടുണ്ട് ഫ്രഞ്ചുകാര്. അവരും വളരെ ചെറിയ സ്ഥലം മാത്രമേ ഭരിച്ചിട്ടുള്ളൂ ഇന്ത്യയുടെ. അവസാനം വരുമ്പോൾ ഈ പറയുന്ന കണക്ക് പോണ്ടിച്ചേരിയും മാഹിയും പോലെയുള്ള 2-3 സ്ഥലങ്ങൾ മാത്രമേ അവരുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്നുള്ളൂ. അപ്പോ ഈ ഇന്ത്യയിലെ കോളനി സ്ഥാപിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ പോർച്ചുഗലിന് രൂപ നാണയം ഉണ്ടായിരുന്നു, ഫ്രഞ്ചുകാർക്കുണ്ടായിരുന്നു. ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവര് പ്രധാനമായും മുഗൾ ചക്രവർത്തിമാരായിരുന്ന ആലംഗീർ ടു, ഷാ ആലം ടു, അവര് ഈ 2 പേരുടെ പേരിലാണ് അവരുടെ നാണയങ്ങൾ, ആദ്യകാല നാണയങ്ങളെല്ലാം തന്നെ അവർ പുറത്തിറക്കിയിരുന്നത്. സ്വാഭാവികമായിട്ടും അതൊരു അക്സെപ്റ്റൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെയുള്ള നാണയ സമ്പ്രദായം തുടരാതെ പുതിയൊരു നാണയം പെട്ടെന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ ഇടയിൽ സ്വീകരിക്കപ്പെടില്ല എന്ന ആ ഒരു കച്ചവട മന്ത്രം അറിയാവുന്നത് കൊണ്ട് അവരിവിടെ ഉണ്ടായിരുന്ന ആ നാണയങ്ങൾ അതുപോലെ അങ്ങ് സ്വീകരിക്കുകയാണ് ചെയ്തത്. ഏതാണ്ട് 1835 വരെ ഈ തരത്തിലുള്ള നാണയ സമ്പ്രദായം അവർ പിന്തുടർന്നു. അവരെ സംബന്ധിച്ചോളം പ്രധാനമായിട്ട് 3 സ്ഥലങ്ങളിൽ നിന്നാണ് ഈ നാണയങ്ങൾ അടിച്ചിരുന്നത്. അതായത് ബംഗാൾ പ്രസിഡൻസിയുടെ ആസ്ഥാനം കൽക്കട്ടയായിരുന്നു,
ബോംബെ പ്രസിഡൻസി അതിൻ്റെ ആസ്ഥാനം ബോംബെ ആയിരുന്നു. പിന്നീട് മദ്രാസ് പ്രസിഡൻസി, അത് ഫോർട്ട് വില്യം മദ്രാസ്. ഈ പറയുന്ന സ്ഥലങ്ങളെ കേന്ദ്രീകൃതമാക്കിയിട്ടാണ് ആദ്യകാലത്ത് ബ്രിട്ടൻ ഇവിടെ ഇന്ത്യയുടെ കോളനി അവരുടെ കീഴിലുള്ള സ്ഥലങ്ങൾ ഭരിച്ചിരുന്നത്. അവിടങ്ങളിലൊക്കെ തന്നെയും ഈ തരത്തില് ഈ രൂപ നാണയങ്ങൾ അടിച്ച് അവർ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. 1835 ആദ്യമായിട്ട് ഈ സമ്പ്രദായം മാറ്റിയിട്ട് അന്നത്തെ ബ്രിട്ടീഷ് ചക്രവർത്തിയായിരുന്ന വില്യമിന്റെ തല വെച്ചുകൊണ്ടുള്ള ഇംഗ്ലീഷ് സ്റ്റൈലിലുള്ള നാണയങ്ങൾ ബ്രിട്ടൻ മുദ്ര ചെയ്ത് പുറത്ത് ഇറക്കാൻ തുടങ്ങി. വില്യമിന് ശേഷം വിക്ടോറിയ വന്നു. വിക്ടോറിയയ്ക്ക് ശേഷം എഡ്വേർഡിന് ശേഷം ജോർജ് അഞ്ചാമൻ, അതിനുശേഷം ജോർജ് ആറാമൻ. അങ്ങനെ നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ജോർജ് ആറാമന്റെ തലയുള്ള നാണയങ്ങളാണ് ഇവിടെ പ്രചാരത്തിലിരുന്നത്. 1940 വരെ ഏതാണ്ട് 916, അതായത് നാട്ടിലെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കസവ് വെള്ളി എന്ന് പറയും, അത്രയും പ്യൂരിറ്റിയുള്ള വെള്ളി നാണയങ്ങളാണ് ഇവിടെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വെള്ളിയുടെ വില ക്രമാതീതമായിട്ട് വർദ്ധിച്ചപ്പോൾ 1940 മുതൽ അത് ആ സിൽവർ കണ്ടന്റ് പകുതിയാക്കി കുറച്ചു. 45 ശേഷം വെള്ളി പൂർണ്ണമായിട്ട് നിർത്തി. പിന്നീടുള്ള നാണയങ്ങൾ നിക്കലിലാണ് അവർ ഇറക്കിയിട്ടുള്ളത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടെ പ്രചാരത്തിലുണ്ടായിരുന്ന നാണയങ്ങളിൽ വെള്ളി നാണയങ്ങൾ ഉണ്ടായിരുന്നില്ല. മീൻസ് പഴയ നാണയങ്ങൾ ഉപയോഗത്തിലിരുന്നു. അതല്ലാതെ ഈ പുതിയതായിട്ട് ഇറക്കുന്ന നാണയങ്ങളെല്ലാം തന്നെ മറ്റ് ലോഹങ്ങൾ. അന്ന് നിക്കലിലായിരുന്നു പ്രധാനമായിട്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നിക്കലില്, പിന്നീട് അങ്ങനെ ലോഹസങ്കരങ്ങളിലേക്കൊക്കെ മാറുകയുണ്ടായി. അപ്പൊ ഈ ഇംഗ്ലണ്ട് പുറത്തിറക്കിയ 1 രൂപ കോയിന് അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു 180 ഗ്രെയിൻസ് ആയിരുന്നു അതിന്റെ തൂക്കം. അതായത് ഒരു തോല 11.66 ഗ്രാം തൂക്കത്തിലാണ്. പിന്നെ അതിന്റെ ഫ്രാക്ഷൻസ് 1/2 രൂപ, 1/4 രൂപ, അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് 1917 ആദ്യമായിട്ട് 1 രൂപ നോട്ട് അടിച്ചിറക്കി. അതിനു മുമ്പ് അതിലും കൂടിയ ഡിനോമിനേഷനിലുള്ള കറൻസിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ 1 രൂപ നോട്ട് ആദ്യമായിട്ട് ഇറക്കുന്നത് 1917 ഈ 1917 1 രൂപ ഇന്ന് ഇന്ത്യയിൽ വളരെ നല്ല കണ്ടീഷനിൽ വളരെ അധികം കളക്ടേഴ്സ് കൈവശമാക്കാൻ ആഗ്രഹിക്കുന്ന അമൂല്യമായിട്ടുള്ള ഒരു രൂപയാണ്. ഇനി അടുത്തത് ഈ നാട്ടുരാജ്യങ്ങളാണ്. ഇവിടെ ഇന്ത്യയില് ബ്രിട്ടീഷ് ഭരണം വലിയൊരു ഭൂഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിലും മറ്റ് ചില സ്ഥലങ്ങളില് നാട്ടുരാജ്യങ്ങൾ, അതായത് രാജഭരണമാണ് ഉണ്ടായിരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കേരളത്തില് മലബാറില് ബ്രിട്ടീഷ് ഭരണമാണ് ഉണ്ടായിരുന്നത്. അത് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്നു. പക്ഷേ തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യവും കൊച്ചി എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യവും കമ്പാരിറ്റീവ്ലി അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായിരുന്നു തൃശ്ശൂരൊക്കെ. അപ്പോ ഈ ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് 565 നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് ചേരുന്നത്. 565. അതിന് കൂടുതലുണ്ടായിരുന്നു. ഇടക്കാലത്ത് പലതും ബലമായിട്ട് ഇംഗ്ലണ്ടിനോട് ബ്രിട്ടനോട് ചേർക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കാനുള്ള കാരണം തന്നെ അതാണ്. ഇപ്പൊ ഝാൻസി പോലെയുള്ള രാജ്യങ്ങൾ, അതായത് ഭരണാവകാശികളില്ലാത്ത രാജ്യങ്ങളൊക്കെ തന്നെ അത് ആ നിലവിലുള്ള രാജാവ് മരിച്ചു, അനന്തരാവകാശം ഇല്ലെങ്കിൽ ആ രാജ്യമൊക്കെ ബ്രിട്ടനിലേക്ക് ലയിക്കും എന്നുള്ള നയമൊക്കെ കൊണ്ടുവന്നതിന്റെ ഒരു പരിണിത ഫലമാണ് ഈ 1857 സ്വാതന്ത്ര്യത്തിന്റെ സമരത്തിന്റെ ഒരു കാരണം അതാണ്. അപ്പോ ഈ പറയുന്ന ഈ നാട്ടുരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പല രാജ്യങ്ങളിലും അവർക്ക് അവരുടേതായിട്ടുള്ള നാണയ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ
കൊച്ചിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുത്തൻ എന്ന് പറയുന്ന നാണയമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു പുത്തൻ, രണ്ട് പുത്തൻ, അങ്ങനെയുള്ള നാണയങ്ങൾ 1900 വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം കൊച്ചിക്ക് നാണയം അടിക്കാനുള്ള അംഗീകാരം ബ്രിട്ടൻ റദ്ദാക്കി. പിന്നീട് ബ്രിട്ടീഷ് കറൻസിയാണ് ഇവിടെ പ്രചാരത്തിലുണ്ടായിരുന്നത്, ബ്രിട്ടീഷ് നാണയങ്ങളാണ് പ്രചാരത്തിലുണ്ടായിരുന്നത്. തിരുവിതാംകൂറിലായിരുന്നെങ്കിൽ ചക്രം, പണം എന്നൊക്കെ പേരിലായിരുന്നു അവിടുത്തെ നാണയങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ പല നാട്ടുരാജ്യങ്ങളിലും അതാത് അവരവരുടേതായിട്ടുള്ള, ഇപ്പോ എന്താണ് നമ്മുടെ കച്ചിന് ഡോക്കഡോന്നോ അതൊക്കെ പറയുന്ന തരത്തിൽ അങ്ങനെ ഓരോ രാജ്യത്തിനും ഓരോ, മൈസൂർ പറയുകയാണെങ്കിൽ കാശ്, കോറി, ഡോക്കഡോ വേറെയാണ് അല്ലേ, ചെറുതാ. അപ്പോ ഈ പറയുന്ന മൈസൂർ ആണെങ്കിൽ ക്യാഷ്, അങ്ങനെയൊക്കെ ആ തരത്തില് സ്വന്തമായിട്ട് അവർക്ക് അവരുടേതായ നാണയ സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പോയിന്റിൽ വരുമ്പോൾ അവരും ഈ ബ്രിട്ടീഷ് സമ്പ്രദായത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ തിരുവിതാംകൂറിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1889 അതാണ് ഇംഗ്ലീഷ് വർഷം രേഖപ്പെടുത്തിയ നാണയങ്ങൾ. ആ രണ്ട് നാണയങ്ങൾ മാത്രം, അതായത് 1/4 രൂപയും 1/2 രൂപയും, അത് ഈ ബ്രിട്ടീഷ് നാണയ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ രൂപ. അപ്പോഴാണ് ആദ്യമായിട്ട് തിരുവിതാംകൂർ നാണയങ്ങളുടെ കൂട്ടത്തിൽ രൂപയുടെ എൻട്രി വരുന്നത്. ആ സമയത്താണ് 1/4 രൂപ, 1/2 രൂപ. പക്ഷെ 1 രൂപ ഉണ്ടായിരുന്നില്ല. കാര്യം 1 രൂപ നാണയം അടിക്കാനുള്ള അധികാരം തിരുവിതാംകൂറിന് ഇല്ല എന്നുള്ളതായിരുന്നു. ഈ 1 രൂപയ്ക്ക് അടിക്കാൻ വളരെ വലിയ രാജ്യങ്ങൾക്ക് മാത്രമേ ബ്രിട്ടൻ അനുവാദം കൊടുത്തിരുന്നുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദ് നൈസ, അല്ലെങ്കിൽ മറ്റേ ബറോഡ, ഗ്വാളിയർ, അതുപോലെയുള്ള വലിയ രാജ്യങ്ങൾക്ക് മാത്രമാണ് 1 രൂപ നാണയങ്ങൾ അടിക്കാനുള്ള പവർ ഉണ്ടായിരുന്നത്. അല്ലാത്തവർക്കൊക്കെ അതിലും ചെറിയ ഫ്രാക്ഷൻ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ്. ഏതാണ്ട് ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയമായപ്പോഴത്തേക്കും മിക്കവാറും നാട്ടുരാജ്യങ്ങളിലും അവിടെ ഈ രൂപ സമ്പ്രദായം ഏതാണ്ട് നില വന്നു എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ആ ഒരു ബ്രിട്ടൻ അവരുടെ ആ ഒരു അധീശത്വം കാണിക്കാനായിട്ട് അവരുടെ രൂപയേക്കാൾ എപ്പോഴും ഒരല്പം താഴ്ത്തിയാണ് നാട്ടുരാജ്യങ്ങളിലെ രൂപയെ പെഗ് ചെയ്തിരുന്നത്. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൻകൂറിലെ 1 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 ചക്രത്തിന് തുല്യമായിരുന്നു. അതേ സമയത്ത് ബ്രിട്ടീഷ് രൂപ എന്ന് പറയുന്നത് 28.5 ചക്രത്തിന് തുല്യമായിരുന്നു. അതായത് ഒരു അരചക്രം കൂടെ കൊടുത്താൽ മാത്രമേ ഒരു ബ്രിട്ടീഷ് രൂപ കിട്ടുകയുള്ളൂ. അങ്ങനെയായിരുന്നു. മറ്റു രാജ്യങ്ങളിൽ ഏതാണ്ട് അതുപോലെ ആയിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. കാര്യം എപ്പോഴും ഈ പറഞ്ഞ കണക്ക് ഭരിക്കുന്നവൻ ഞാൻ എപ്പോഴും ഒരു സ്റ്റെപ്പ് മുന്നിലായിരിക്കണം എന്നുള്ള ആ ഒരു അധികാരത്തിൻ്റെതായുള്ള അധികാരപ്രമത്തത എന്നൊക്കെ പറയാം. അത് ആ ഒരു ഇതുണ്ടായിരുന്നു. ഇനി വിദേശ രാജ്യങ്ങള് ഈ കച്ചവട ആവശ്യത്തിനായിട്ട് ധാരാളം ഇന്ത്യക്കാര് 19-ാം നൂറ്റാണ്ടിലും അതിനു മുമ്പുമൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഈ ബ്രിട്ടൻ ഭരിച്ചിരുന്ന ചില കോളനികളിലേക്ക് കുടിയേറുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ കൃഷി ആവശ്യത്തിനും മറ്റുമായിട്ട് ധാരാളം ഇന്ത്യക്കാരെ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും കൊണ്ടുപോയുണ്ടായി. ആഫ്രിക്കൻ രാജ്യങ്ങൾ മാത്രമല്ല, ഇന്നത്തെ ഈ വെസ്റ്റ് ഇൻഡീസ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇന്ത്യക്കാരായിട്ടുള്ള ഒത്തിരി ആളുകളെ കൂലിപ്പണിക്കായിട്ട് കൊണ്ടുപോയുണ്ടായി. അപ്പോ അങ്ങനെയാണ് ഈ സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യൻ വംശജരുണ്ടായത്. അതുപോലെ മൊംബാസ, ഇന്നത്തെ കെനിയ, അങ്ങനെ അത്, അല്ലെങ്കിൽ ടാങ്കനിക്ക, അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അതുപോലെ ജർമ്മൻ ഈസ്റ്റ് ആഫ്രിക്ക, പിന്നെ ഇറ്റാലിയൻ സോമാലിലാൻഡ്, അങ്ങനെ. അതേപോലെ മൗറീഷ്യസ്, സെയ്ഷൽസ്. ഈ മൗറീഷ്യസിലും സെയ്ഷൽസിലും ഇപ്പോഴും ഇന്ത്യൻ രൂപ തന്നെയാണ് അവിടുത്തെ ഒഫീഷ്യൽ നാണയം. എന്ന് മാത്രമല്ല അവരുടെ നോട്ടുകളിലൊക്കെ തന്നെ ഈ ഹിന്ദിയും തമിഴിലുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ നാണയത്തിന്റെ മൂല്യം. കാര്യം അതാ വംശജർ അവിടെ കൂടുതലുള്ളത് കൊണ്ടാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ ഈ പറഞ്ഞ കണക്ക് ഞാൻ പറഞ്ഞ രാജ്യങ്ങൾ പ്രധാനമായിട്ട് സെയ്ഷൽസ്, മൗറീഷ്യസ്,
ജർമ്മൻ ഈസ്റ്റ് ആഫ്രിക്ക, ഇറ്റാലിയൻ സോമാലിലാൻഡ്, മൊംബാസ തുടങ്ങിയ സ്ഥലങ്ങളിൽ രൂപ നാണയം വൻതോതിൽ പ്രചരിച്ചിരുന്നു. അതുപോലെ ജാവ എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്തോനേഷ്യയുടെ ഭാഗമായിരുന്നു. ജാവയിൽ രൂപയുണ്ടായിരുന്നു. അതുപോലെ ഓസ്ട്രേലിയക്ക് അടുത്ത് കിടക്കുന്ന കീലിംഗ് ആൻഡ് കൊക്കോസ് എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപുണ്ട്. ആ ദ്വീപിലെയും നാണയം രൂപയായിരുന്നു, ഔദ്യോഗിക നാണയം രൂപയായിരുന്നു. പിന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിരുന്ന നേപ്പാൾ, ബർമ്മ, സിലോൺ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, മാലിദ്വീപ് ഇവിടങ്ങളിലും രൂപയായിരുന്നു പ്രധാനമായ നാണയം. ഇനി വർത്തമാനകാലമാണ്, ഇന്നത്തെ അവസ്ഥയാണ്. ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. ഇന്ത്യയിലെ രൂപയാണ് ഒഫീഷ്യൽ നാണയം, പാകിസ്ഥാനിലെ രൂപയാണ്, നേപ്പാളിലെ രൂപയാണ്, ശ്രീലങ്കയിലെ രൂപയാണ്, മാലിദ്വീപിലെ രൂപയാണ്. രൂപ എന്ന് പറയുമ്പോൾ റുഫിയ എന്ന് പറയും, അത് തന്നെ രൂപ. ഇന്തോനേഷ്യയിലെ രൂപയാണ്, സേഷൽസ്, മൗറീഷ്യസ് ഇത്രയും രാജ്യങ്ങളിൽ അവിടുത്തെ നാണയം രൂപയാണ്. ഇനി ഒരു ചെറിയൊരു ഇതുകൂടെ, ഗൾഫ് റുപ്പി നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഗൾഫ് രൂപ എന്ന് പറയുന്നത്, ഈ ഗൾഫ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ബ്രിട്ടന്റെ അധീനതയിലായിരുന്നു. അപ്പൊ അവിടങ്ങളിലൊക്കെ ഇന്ത്യൻ രൂപ ഔദ്യോഗികമായിട്ട് പ്രചാരത്തിലുണ്ടായിരുന്നതാണ്. അവർക്ക് സ്വന്തമായിട്ട് അന്ന് കറൻസി ഉണ്ടായിരുന്നില്ല. ഈ സമ്പ്രദായം ഏതാണ്ട് 60കളിൽ വരെ തുടർന്നു. ഏതാണ്ട് ചില രാജ്യങ്ങളിൽ 70കളുടെ തുടക്കം വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഇന്ത്യൻ രൂപയുടെ പ്രാധാന്യം അസ്തമിക്കുന്നതും അവര് സ്വന്തമായിട്ട് കറൻസി ഇറക്കുന്നതും. അങ്ങനെയാണ് 1957 നമുക്കറിയാം പ്രത്യേക നിറത്തില് ഗൾഫില് ഉപയോഗത്തിനായിട്ട് 1 രൂപ, 5 രൂപ, 10 രൂപ, 100 രൂപ ഡിനോമിനേഷനുകളിൽ ഗൾഫ് കറൻസി അടിച്ചിറക്കിയ കാര്യം നമുക്കറിയാം. പക്ഷെ ഈ എണ്ണ കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് ആ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയൊക്കെ പിന്നിലാക്കി വളരെ കുതിച്ചുയർന്നതോട് കൂടിയിട്ട് ഇന്ത്യൻ രൂപയുടെ പ്രചാരം അവസാനിക്കുകയും അങ്ങനെ അവർക്ക് സ്വന്തമായിട്ട് അവരുടെ കറൻസികൾ നിലവിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ രൂപയുടെ ചരിത്രത്തെ പറ്റി പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഏതെങ്കിലും പോയിന്റുകൾ വിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അതേപ്പറ്റി അറിയാവുന്നവർക്ക് പറയാം. കാര്യം എങ്കിലേ ഈ ഒരു ക്ലാസ് കൊണ്ട് പൂർണ്ണത കൈവരൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഈ നോട്ട് തയ്യാറാക്കുന്നതിനായിട്ട് പ്രധാനമായിട്ടും PL ഗുപ്തയുടെ കോയിൻസ് എന്ന് പറയുന്ന പുസ്തകത്തെയാണ് ആധാരമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ നാണയങ്ങളെ സംബന്ധിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള അറിവ് പകർന്ന് കിട്ടാൻ ഇത്രയും ഉപയുക്തമായിട്ടുള്ള വേറൊരു പുസ്തകം ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കോയിൻസ് ഇവിടെ പലരുടെയും കയ്യിൽ കാണും. പിന്നീട് കുറേയൊക്കെ ഇന്റർനെറ്റിൽ നിന്ന് കുറേ ഡീറ്റെയിൽസ് കിട്ടി. പിന്നീട് നമ്മുടെ എറണാകുളത്തെ നമ്മുടെ പ്രിയപ്പെട്ട സാദിനെ റെഫർ ചെയ്തിട്ടാണ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ നാണയങ്ങൾ അടിക്കാൻ നാട്ടുരാജ്യങ്ങൾക്ക് പവർ കൊടുത്തിരുന്നു. അത് 1 രൂപ നാണയം അടിക്കാൻ അപൂർവം ചില രാജ്യങ്ങൾക്ക് അവസരം ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ കറൻസി നോട്ട് അടിക്കാൻ അതിലും വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അത് ഒന്ന് നൈസാമാണ്, ഹൈദരാബാദ് നൈസാം. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു നാട്ടുരാജ്യമായിരുന്നു, സമ്പന്നമായ നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ്. അപ്പൊ ആ ഹൈദരാബാദിലെ നൈസാമിന് 1 രൂപ നാണയം അടിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അതേപോലെ ജമ്മു ആൻഡ് കാശ്മീരിൽ, അത് പക്ഷേ എനിക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല, 19-ാം നൂറ്റാണ്ടിലാണ് ആ ഇതുണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. 20-ാം നൂറ്റാണ്ടിൽ ജമ്മു ആൻഡ് കാശ്മീർ കറൻസി നോട്ട് അടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ആർക്കെങ്കിലും അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഏതായാലും എൻ്റെ ഈ ക്ലാസ് ഇവിടെ ഇത്രയും നേരം കേട്ടിരുന്ന ഇവിടെ തൃശ്ശൂർ കോയിൻ സൊസൈറ്റിയുടെ നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ പേരിലും ആലപ്പുഴ ഫിലാറ്റലിക് ആൻഡ് ന്യൂമിസ്മാറ്റിക് അസോസിയേഷൻ്റെ പേരിലുമുള്ള
കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.